മടിക്കുമ്പോൾ അത് ഓഫ് ചെയ്ത് വീണ്ടും കിടന്നുറങ്ങുന്നു. രാവിലെ എഴുന്നേറ്റ ഉടനെ വല്ലാത്തൊരു ക്ഷീണവും ഉറക്കവും തോന്നുന്നു. ഇതാണോ നിങ്ങളുടെ സ്ഥിതി? നാളെ മുതൽ രാവിലെ നേരത്തെ എഴുന്നേൽക്കണം, കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഷടപ്പടയെന്ന് പറഞ്ഞ് ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. ചെയ്യണമെന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടൊക്കെ ആയിരിക്കും രാത്രി കിടന്നുറങ്ങുന്നത്. പക്ഷേ ഓരോ രാത്രിയും ഇങ്ങനെ വിചാരിക്കുമെന്നല്ലാതെ രാവിലെ ആകുമ്പോൾ പഴയ മടിക്ക് മുന്നിൽ തോറ്റു പോവുകയും ചെയ്യാറുണ്ട്. അതേപടി തന്നെ എല്ലാ ദിവസവും റിപ്പീറ്റ് ചെയ്യുന്നൊരവസ്ഥ. പിന്നെ ഒരു ഗിൽറ്റ്, കുറ്റബോധം, പക്ഷെ അത് ചെയ്യാനുണ്ട്, ഇത് ചെയ്യാനുണ്ട്, എഴുന്നേറ്റില്ലല്ലോ എന്നുള്ള കുറ്റബോധം ഉണ്ടാവും. അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ള ഷടപടയെന്നുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഹായ്, ഞാൻ ഷംന സോഫിയ, ഹാപ്പിനെസ് ഹാൻഡ് ഹോൾഡർ, മൈൻഡ് ട്രാൻസ്ഫോർമേഷൻ കോച്ച്. അപ്പോൾ ഇന്ന് നമ്മൾ ഡേ 5 ആണ്. ഡേ 5 ഇന്ന് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ചർച്ച ചെയ്യുന്ന എന്തിനെക്കുറിച്ചാണെന്ന്, രാവിലെ നേരത്തെ എഴുന്നേൽക്കാനുള്ള മടിയും പ്രൊഡക്റ്റീവായ ഒരു മോർണിംഗ് റുട്ടീനും എങ്ങനെ നിർമ്മിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പലർക്കും രാവിലെ സമയത്ത് എഴുന്നേൽക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ശരീരം അത് അനുവദിക്കുന്നില്ല എന്നതാണ്. അപ്പോൾ ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണെന്നും അത് എങ്ങനെ മറികടക്കാമെന്നുമാണ് ഇന്ന് നമ്മൾ വിശദമായിട്ട് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ പലരുടെയും വലിയൊരു പരാതിയാണ്, എനിക്ക് രാവിലെ എഴുന്നേൽക്കാൻ കഴിയുന്നതേ ഇല്ല, കയ്യിൽ നിന്ന് ഒരു പിടിച്ചിട്ട് കിട്ടുന്നില്ല, കയ്യിൽ നിന്ന് പിടുത്തം വിട്ടു പോകുന്ന ഒരവസ്ഥയാണ്. അല്ലെ രാത്രി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ശീലം, കൃത്യമല്ലാത്ത ഉറക്കം, രാവിലെ എഴുന്നേറ്റ ഉടൻ ശരീരത്തിലുണ്ടാകുന്ന കടുത്ത ക്ഷീണം, ഇതെല്ലാം ചേർന്ന് നമ്മുടെ ദിവസത്തിൻ്റെ തുടക്കം തന്നെ തകർക്കുകയാണ് അല്ലേ. രാവിലെ പ്രൊഡക്റ്റീവ് ആവാൻ പറ്റാത്തത് കൊണ്ട് ബാക്കി വരുന്ന മുഴുവൻ സമയവും പല ടെൻഷൻസും അതിൻ്റെ ഒരു ആങ്സൈറ്റിയും ഭയങ്കരമായിട്ടുള്ളൊരു പിരിമുറുക്കത്തിലൊക്കെ ആയിരിക്കും അന്നത്തെ ഡേ കടന്നു പോകുന്നത്. അങ്ങനെയാണ് ഓരോ ദിവസവും നമ്മൾ ജീവിച്ചു പോകുന്നത് അല്ലേ. അപ്പോൾ രാവിലെ എഴുന്നേൽക്കാൻ കഴിയാതെ വരുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ഒരു കുറ്റബോധം, ഗിൽറ്റ്, അത് വളരെ വലുതാണ്. എനിക്ക് എന്തിനാണ് ഇത്രയും ആത്മനിയന്ത്രണം ഇല്ലാത്തത്, അല്ലെങ്കിൽ എനിക്ക് എന്തുകൊണ്ടാണ് നേരത്തെ എഴുന്നേൽക്കാൻ കഴിയാത്തത്, എന്നാലും ഞാൻ ഇന്നും എഴുന്നേറ്റില്ലല്ലോ, ഞാൻ അങ്ങനെ വിചാരിച്ചതായിരുന്നു എഴുന്നേൽക്കാൻ, ഇന്നും ഇപ്പോൾ പറ്റിയില്ലല്ലോ, ഞാൻ എന്താ നന്നാവാത്തത് എന്നൊക്കെ ചോദിക്കൂലേ എന്ന് സ്വയം ചോദിച്ച് നമ്മൾ തളർന്നു പോവുകയാണ്. നമ്മളെ തന്നെ കുറ്റപ്പെടുത്തി, ഇകഴ്ത്തി, താഴ്ത്തി കെട്ടി പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. മറ്റുള്ളവർ രാവിലെ ജിമ്മിൽ പോകുന്നതും പഠിക്കുന്നതും അവരോരോ ആക്ടിവിറ്റി എനർജറ്റിക് ആയിട്ട് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യുന്ന കാണുമ്പോൾ വല്ലാത്തൊരു നിരാശയും ദേഷ്യവും സങ്കടവും സെൽഫിനെ കുത്തിക്കൊല്ലാനൊക്കെ തോന്നും അല്ലേ. ഇതാണ് നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് തീവ്രമായിട്ടുള്ളൊരു ആഗ്രഹമുണ്ട്, ചെയ്യണമെന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട്, പക്ഷേ അതിലേക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല. ചിലർ പറയും എനിക്ക് മടിയാണെന്ന്, അല്ല ചിലർ എനിക്ക് ഭയങ്കര ക്ഷീണമാണ്, തളർച്ച ആയതുകൊണ്ടാണ്. അപ്പോൾ എന്നുള്ള പല കാരണങ്ങളെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ റീസൺ പറഞ്ഞ് അതിന് ഓടി രക്ഷപ്പെടുകയാണ്, എസ്കേപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഏതൊരു ആക്ഷൻ ആണെങ്കിലും, ഏതൊരു ശീലമാണെങ്കിലും, ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും ആദ്യത്തെ കുറേ ദിവസങ്ങൾ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ആ ബുദ്ധിമുട്ടുള്ള ആ ശീലത്തെ ആക്സെപ്റ്റ് ചെയ്ത് ഇതെൻ്റെ ബുദ്ധിമുട്ടാണ്, ഇതാണ് എൻ്റെ പ്രയാസം, അല്ലെങ്കിൽ എന്തിനാണ് ഞാൻ നേരത്തെ എഴുന്നേൽക്കുന്നത് എന്നുള്ളൊരു ബോധ്യത്തോടു കൂടി ആ പ്രയാസം ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ആക്ഷൻ എടുക്കുമ്പോഴേ അതിൽ നമ്മൾ സക്സസ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു ദിവസം 2 ദിവസം 5 മണിക്കോ അല്ലെ 4 മണിക്കോ എഴുന്നേറ്റ് പ്രൊഡക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് വീണ്ടും കിടന്നുറങ്ങും, അല്ലെങ്കിൽ വീണ്ടും 2 ദിവസം കഴിയുമ്പോൾ കിടന്നുറങ്ങുന്ന ശീലത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് നമ്മൾ ഡിസിപ്ലിൻഡ് ലൈഫാണ് എന്ന് പറയാൻ പറ്റില്ല. അതേസമയം ഒരു ദിവസവും 2 ദിവസവും 3 ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് 21 ദിവസമെങ്കിലും, 21 കഴിഞ്ഞാൽ 43, അങ്ങനെ പോകണം, 60, 90 രീതിയിലേക്ക് പോകണം. അപ്പോൾ 23 ദിവസമെങ്കിലും കൃത്യമായിട്ട് നിങ്ങൾക്കിത് ചെയ്യാൻ കഴിഞ്ഞാൽ, കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റുട്ടീൻ, ഏതെങ്കിലും ഒരു ശീലം, ഇതുപോലെയുള്ള ശീലങ്ങൾ നിങ്ങളെ ലൈഫിൽ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ നമ്മൾ സക്സസ് ആണ്, അതിൽ വിജയിച്ചു, നമ്മൾ രക്ഷപ്പെട്ടു എന്ന് നമുക്ക് പറയാം. അപ്പോൾ രാവിലെ എഴുന്നേൽക്കാൻ ഒരു വ്യക്തമായ കാരണം, എന്തിന് ഞാൻ എഴുന്നേൽക്കുന്നു എന്നുള്ള ഒരു ബോധ്യം, ഒരു ഉദ്ദേശം നിങ്ങൾക്ക് ഉണ്ടാവണം.
ആ ഒരു പേർപ്പസ് അല്ലെ നിങ്ങൾക്ക് എന്തിനാണ് ഞാൻ എഴുന്നേൽക്കേണ്ടത് എന്നുള്ള ഒരു ബോധ്യം നിങ്ങളുടെ ഉള്ളിൽ വേണം. എനിക്ക് എന്തിനാണ് നേരത്തെ 6 മണിക്ക് എഴുന്നേൽക്കുന്നതും 5 മണിക്ക് എഴുന്നേൽക്കുന്നതും 4 മണിക്ക് എഴുന്നേൽക്കുന്നതും ഒരുപോലെയാണ്. ഞാൻ എന്തിന് നേരത്തെ എഴുന്നേൽക്കണം, എനിക്ക് നേരത്തെ എഴുന്നേറ്റ് കൊണ്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്, അല്ലെ നേരത്തെ എഴുന്നേറ്റാൽ അത് പിന്നെ ചെയ്യാൻ പറ്റുന്നതാണ്, അല്ലെ ഇപ്പോഴത്തേക്ക് ചെയ്യാൻ പറ്റും. നമ്മളെ മൈൻഡ് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പം നമ്മൾക്ക് ചിലപ്പോൾ 5 മണിക്ക് എഴുന്നേൽക്കേണ്ട കാര്യം 6 മണിക്ക് എഴുന്നേറ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ 6 മണിക്ക് എഴുന്നേറ്റാൽ മതിയാവും. അപ്പം നമ്മളെ ബ്രെയിനും ശരീരവും അതിനായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് നേരത്തെ എഴുന്നേറ്റ് നിങ്ങൾ ആ ഷെഡ്യൂൾ എങ്ങനെയൊക്കെയാണ്, ഏത് രീതിയിലാണെന്നുള്ള കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ഉദ്ദേശ ബോധ്യം ഉള്ളിലേക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അപ്പോൾ എന്തിനാണ് എഴുന്നേൽക്കേണ്ടത്, വെറുതെ എഴുന്നേൽക്കണം എന്ന് വിചാരിച്ചാൽ ശരിക്കും മടി തന്നെ നമ്മളെ തോന്നിപ്പിക്കും. പിന്നെ വിചാരിക്കാതെ തന്നെ നമുക്ക് എന്തായാലും മടി ഇങ്ങനെ കയറി വരും എന്നുള്ളതാണ്. അപ്പോൾ രാവിലെ ആ ആദ്യത്തെ 1 മണിക്കൂറാണ് നിങ്ങളുടെ മുഴുവൻ ദിവസത്തിൻ്റെ എനർജി തീരുമാനിക്കുന്നതെന്നും ആ സമയം വിജയിച്ചാൽ, പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ആ ദിവസം മുഴുവൻ പോസിറ്റീവായിട്ട് മാറാൻ കഴിയുമെന്നുള്ള ഒരു ബോധ്യമാണ് നിങ്ങൾക്ക് വേണ്ടത്. ഞാൻ രാവിലെ എഴുന്നേറ്റാൽ, ഞാൻ വെറുതെ പറയല്ല, ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും, എനിക്ക് എഴുന്നേൽക്കാൻ കഴിയും എന്നുള്ള ഒരു ബോധ്യത്തിലാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്. രാത്രിയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, മൊബൈൽ ഫോണൊക്കെ കണ്ട് അല്ലെങ്കിൽ നമ്മൾ കുറേ സമയം എന്തെങ്കിലും ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് രാത്രി കുറേ ലേറ്റായിട്ട് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ നേരം വൈകി ഉറങ്ങുന്നത്. അപ്പോൾ നമ്മൾ മൈൻഡിൽ എന്താ ഡോപ്പമൈൻ എന്ത് ചെയ്യുന്നുണ്ട്, ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡോപ്പമൈൻ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് തന്നെ അത് ഡോപ്പമൈൻ എപ്പോഴും സന്തോഷത്തിൻ്റെ ഹോർമോണാണ്. അപ്പോൾ ഇപ്പോൾ ഉറങ്ങാനുള്ള സമയമായിട്ടില്ല എന്ന് മൈൻഡിന് തോന്നുമ്പോൾ തന്നെ നമ്മൾ ഉറക്കം വരാതെ നമ്മൾ ലേറ്റായിട്ട് ഇങ്ങനെ ഉറങ്ങും. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്താണ്, നമ്മളെ ബ്രെയിൻ ഒരു ക്ഷീണം തോന്നും. അല്ലെങ്കിൽ അത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്ക് ബോഡിക്ക് തന്നെ അതിൻ്റെ ഇത് റിഫ്ലക്റ്റ് ചെയ്യും. കാരണം ലേറ്റായിട്ട് ഉറങ്ങി നമ്മളെ ശരീരത്തിൽ പിന്നെ അതിൻ്റേതായ ബയോ കെമിക്കൽ ആക്ടിവിറ്റീസ് നടന്നിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഹോർമോണൽ ചേഞ്ച് കാരണം നമുക്ക് ബോഡിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ക്ഷീണവും, അത് നമ്മളൊരു മടിയാണെന്ന് തോന്നിയ ഒരു വയ്യായിക, ഒരു അസ്വസ്ഥത എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീണ്ടും അവിടെ കിടക്കും. അല്ലെങ്കിൽ നമുക്ക് എന്താണ്, നമ്മൾ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ഓപ്പോസിറ്റ് ബിഹേവിയർ വരുന്നുണ്ട്, ഒരു ഓപ്പോസിറ്റ് മാനസികാവസ്ഥ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചെയ്യേണ്ട ജോലിനെ കുറിച്ചോ അല്ലെങ്കിൽ രാവിലെ ഓഫീസിൽ പോയിട്ട് ചെയ്യേണ്ട ഭാര്യപ്പെട്ട കാര്യങ്ങളെ കുറിച്ചോ, അത് ചെയ്യണം ഇത് ചെയ്യണം, നാളത്തെ ഡേൻ്റെ ഭയങ്കരമായിട്ടുള്ള ഹെവി ഡ്യൂട്ടീസൊക്കെ ഓർത്തിട്ട് ഇതൊക്കെ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഉള്ളിൽ നിന്നും ഇതൊക്കെ ഇന്ന് ചെയ്യണമല്ലോ എന്നൊക്കെ എന്നാൽ കുറച്ചും കൂടെ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഉള്ളിൽ നിന്ന് ഒരു റെസിസ്റ്റൻസ് വരും. ഇങ്ങനെ ഒരു റെസിസ്റ്റൻസും നമ്മളെ ഉള്ളിൽ നിന്ന് വരും. അപ്പോൾ അലാറം അടിക്കുമ്പോൾ വീണ്ടും ഉറങ്ങാനൊക്കെ നമ്മളെ ശരീരം പ്രേരിപ്പിക്കുകയും ആ ബെഡിൽ തന്നെ കുറച്ച് നേരം കൂടെ റെസ്റ്റ് ചെയ്യാൻ തോന്നുകയൊക്കെ ചെയ്യും. അല്ലെങ്കിൽ പിന്നെ വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിലെ ബയോ കെമിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു റിതമുണ്ട്. ആ റിതം രാത്രി വൈകി ഉറങ്ങുന്നതും കൃത്യമല്ലാത്ത നമുക്ക് ഉണ്ടാകുന്ന ഓരോ ഹാബിറ്റ് ഉണ്ടാവുമല്ലോ, നമ്മൾ ഡെയിലി സ്കെഡ്യൂൾ ഉണ്ടാവുന്ന പല പല ശീലങ്ങൾ, പല പല വ്യത്യസ്തമായ കാര്യങ്ങൾ ഓരോ ദിവസവും ചെയ്യുമ്പം അത് നമ്മൾക്ക് ഹാമായിട്ട് ചെയ്യുന്നുണ്ടാവും, സിമ്പിളായിട്ട് ചെയ്യുന്നൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതൊക്കെ നമ്മളെ ബയോ കെമിക്കൽ ആക്ടിവിറ്റീസിനെ ബാധിക്കുന്നുണ്ട്. ഇങ്ങനത്തെ പല ശീലങ്ങളും നമ്മളെ ദൈനംദിന ജീവിതത്തിൻ്റെ താളം തെറ്റിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ ഉണരുമ്പോൾ കടുത്ത മടിയും ബ്രെയിൻ ഒരു ഉന്മേഷക്കുറവും ഒരു എന്താണ് ഉറങ്ങാൻ ഒരു മരവിച്ച അവസ്ഥ ഉണ്ടല്ലോ, ഒരു നിശ്ചലാവസ്ഥയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഫീൽ ചെയ്യും. അപ്പോൾ ഈ അവസ്ഥകളൊന്നും ഇല്ലാതിരിക്കാൻ നമുക്കൊരു രാത്രി എപ്പോൾ ഉറങ്ങണം, ഞാൻ രാത്രി എത്ര സമയത്ത് ഉറങ്ങണം, ഉറങ്ങുന്നതിന് മുമ്പ് എത്ര സമയം മൊബൈൽ ഉപയോഗിക്കും, ഉറങ്ങുന്നതിൻ്റെ 1 മണിക്കൂർ മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം, മൊബൈൽ ഫോൺ ഷട്ട് ഡൗൺ ചെയ്യണം, അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഷട്ട് ഡൗൺ ചെയ്യണം. മൊബൈൽ ഓഫ് ചെയ്ത് സ്വിച്ച് ഓഫ് ചെയ്തോ അല്ലെങ്കിൽ സൈലൻറ്റ് ചെയ്തിട്ടോ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് ആക്ടിവിറ്റീസിൽ നിന്നും മറ്റ് ഡിസ്ട്രാക്ഷൻസിൽ നിന്നൊക്കെ നിങ്ങൾ മാറി നിൽക്കണം. ഉറങ്ങുന്നതിന് മുന്നേ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റില്ല എന്നുള്ളതല്ല, ഡിജിറ്റൽ ആക്ടിവിറ്റീസിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, മാറി നിൽക്കുക 1 മണിക്കൂർ മുന്നെങ്കിലും എന്നാണ്. അപ്പോൾ ആ 1 മണിക്കൂർ നിങ്ങൾക്ക് നിങ്ങളത്
നിങ്ങളുടേതായ പ്രൊഡക്റ്റീവ് ടൈം, ക്വാളിറ്റി ടൈം, മീ ടൈം ഒക്കെ യൂസ് ചെയ്യാം. മെഡിറ്റേഷൻ ചെയ്യാം, പല ആക്ടിവിറ്റീസും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ ഉറങ്ങുന്നതിന് കൃത്യമായിട്ടുള്ളൊരു ടൈം ഫിക്സ് ചെയ്യുക. രാത്രി ഉറങ്ങുന്നതിന് ഉറങ്ങിക്കഴിഞ്ഞ് രാവിലെ ഏത് സമയത്ത് നിങ്ങൾക്ക് എഴുന്നേൽക്കണം. എഴുന്നേറ്റ് കഴിഞ്ഞ് 1 മണിക്കൂർ, രാത്രി ഉറങ്ങുന്നതിന് മുന്നുള്ള 1 മണിക്കൂറും എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെയുള്ള 1 മണിക്കൂറും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മാറ്റി വെക്കണം. ഇത് ഞാൻ പറഞ്ഞതല്ല, പ്രശസ്തരായിട്ടുള്ള റോബിൻ ശർമ്മ, അതുപോലെ തന്നെ അബ്ദുൽ കലാം, ഒപ്ര വിൻഫ്രി, ബെഞ്ചമിൻ ഒക്കെ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പല വ്യക്തികളും ഇതിനെക്കുറിച്ച്, പ്രശസ്തരായ ആളുകൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. റോബിൻ ശർമ്മേൻ്റെ ഒരു 5 AM ക്ലബ്ബ് എന്നുള്ള പുസ്തകത്തിലൂടെ അദ്ദേഹം പറയുന്നുണ്ട്, രാവിലെ ആദ്യത്തെ 1 മണിക്കൂർ, വിക്ടറി ഹവർ, നിങ്ങളുടെ ദിവസത്തിൻ്റെ വിജയം തീരുമാനിക്കുന്നത് അതാണ്. സക്സസ്, ഒരു ഗോളിനെയൊക്കെ പ്രൊഡക്റ്റീവായിട്ട്, ആക്റ്റീവായിട്ട്, ഇൻറ്റൻസീവായിട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മോർണിംഗ് റുട്ടീൻ ഉണ്ട്. മിറാക്കിൾ മോർണിംഗ് റുട്ടീൻസ് എന്നൊക്കെ പറഞ്ഞ് ഓരോരോ ആക്ടിവിറ്റീസ് നിങ്ങൾ കാണില്ലേ. ഈ മോർണിംഗ് പ്രാക്ടീസ് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുമ്പോൾ സമയത്തിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന റോബിൻ ശർമ്മയിൽ സൈലൻസ്, മെഡിറ്റേഷൻ, അഫോമേഷൻസ്, എക്സസൈസ്, അതുപോലത്തെ റീഡ് എ ബുക്ക് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇങ്ങനെ ടൈമിനെ നമ്മൾ കൃത്യമായിട്ട് ഓരോ കാര്യത്തിനും മാറ്റിവെച്ച് നമ്മൾ ശരീരത്തിനെയും മൈൻഡിനെയും 1 മണിക്കൂർ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയത്തിന് അത് തന്നെ മതി. ബെഞ്ചമിൻ പറഞ്ഞത് എന്താണ്? ഏർലി ടു ബെഡ് ആൻഡ് ഏർലി ടു റൈസ് മേക്ക് എ മാൻ ഹെൽത്തി, വെൽത്തി ആൻഡ് വൈസ്, അല്ലേ? അതെന്താണ് പറയുന്നത് അദ്ദേഹം? ഓരോ കാര്യവും നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ്. രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഏകാഗ്രത അല്ലെങ്കിൽ ഫോക്കസ് കൂട്ടാനും ശരീരത്തിനെ എനർജറ്റിക് ആക്കാനും നമ്മൾ ഓരോ കാര്യങ്ങളും അന്നത്തെ ഡേ ചെയ്യേണ്ടതിന് കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാനും സഹായിക്കുന്നതാണ് നമ്മളത്തെ മോർണിംഗ് റൂട്ടീൻ, അല്ലെ നേരത്തെ എഴുന്നേൽക്കുന്നത്. വെറുതെ നേരത്തെ എഴുന്നേറ്റ് ഇങ്ങനെ പോകുന്നതിന് പകരം നേരത്തെ എഴുന്നേറ്റ് ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ അങ്ങോട്ട് എൻഗേജ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം നിങ്ങൾ അബ്ദുൽ കലാമിൻ്റെ ഒരു ഇതിൽ കണ്ടിട്ടുണ്ടാവും, ബുക്സിലൊക്കെ അദ്ദേഹം സ്ട്രീറ്റ് ലൈറ്റിൻ്റെ താഴെ പഠിച്ചതും കാര്യങ്ങളൊക്കെ നമ്മൾ ബുക്കിൽ പലപ്പോഴും വായിച്ചിട്ടുണ്ട്. പക്ഷേ അബ്ദുൽ കലാം എങ്ങനെയൊക്കെ ആയാലും എന്തൊക്കെ തന്നെയാണെങ്കിലും പുലർച്ചെ നേരത്തെ എഴുന്നേറ്റ് പഠിക്കുകയും അന്നത്തെ ജോലിക്ക് ചെയ്യേണ്ട ഒരു ദിവസം ചെയ്യേണ്ട 3/4 കാര്യങ്ങളും മോർണിംഗ് 9 മണിയാകുമ്പോഴത്തേനും അവരിതൊക്കെ എന്തെന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു ശീലമാണ് ഇവർക്കൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ ഉണരുമ്പോൾ ശരിക്കും പ്രകൃതി ശാന്തമാണ്, നിശ്ചലമാണ്, ഭയങ്കര പ്യുവർ ഓക്സിജനാണ്, എനർജറ്റിക് മോഡാണ്. ഇത്തരം നല്ല ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് കൊണ്ടുവരാനും പോസിറ്റീവ് എനർജിയും പോസിറ്റീവ് ആക്ടിവിറ്റീസൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ടൈമാണ് മോർണിംഗ് എന്ന് പറയുന്നത്, അല്ലേ? മോർണിംഗ് നമ്മൾക്ക് ക്രിയേറ്റീവായിട്ട് നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ഏകാഗ്രമാക്കാനും നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും എനർജറ്റിക് ആക്കാനും മോർ പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനും വേണ്ടിയിട്ടുള്ള പ്രാക്ടീസുകൾ അല്ലെ എക്സസൈസുകൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ടൈമിൽ യൂസ് ചെയ്യണം. അപ്പം നിങ്ങൾ ഉണരുന്നതിലും നേരത്തെ 1 മണിക്കൂർ ഉണർന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടൈമായിട്ട് നിങ്ങൾ മോർണിംഗ് മിറാക്കിൾ പ്രാക്ടീസ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ വരും. നമ്മുടെ ലാസ്റ്റ് 21 ഡേയ്സ് മോർണിംഗ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു, 5 മണി മുതൽ 6 മണി വരെ. അതുപോലെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനലിലൂടെ ഈ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും നിങ്ങൾക്ക് രാവിലെ മോർണിംഗ് 5 ദിവസം ഒരു ഫ്രീ ആയിട്ട് എൻ്റെ കൂടെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം വരികയാണ്. അപ്പോൾ ഈ 1-ാം തീയതി മുതൽ 1 ഓഗസ്റ്റ്, ഈ വീഡിയോ കാണുന്നത് എന്നാണെന്ന് എനിക്കറിയില്ല, 2026 ഓഗസ്റ്റ് 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ എന്ത് ചെയ്യുക, മോർണിംഗ് മിറാക്കിൾ പ്രാക്ടീസ് സൂമിലൂടെ ആയിരിക്കും കിട്ടുക. അതിന് കയറണമെങ്കിൽ നമ്മളെ കമ്മ്യൂണിറ്റി ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ലിങ്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ 1-ാം തീയതി മുതൽ നിങ്ങൾക്ക് ഈ പ്രാക്ടീസ് ഫ്രീ ആയിട്ട് കിട്ടും 5 ദിവസം. ഇനി ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് എന്നോട് ആ പ്രാക്ടീസ് ചോദിച്ച് വാങ്ങാം. ഓക്കെ, അപ്പോൾ എൻ്റെ കൂടെ ഏത് രീതിയിൽ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനും എങ്ങനെ എൻ്റെ ഡേനെ അതുകൊണ്ട് പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റും എന്ന് തിരിച്ചറിയാനും വേണ്ടിയിട്ടുള്ള ഒരു മോർണിംഗ് മിറാക്കിൾ പ്രാക്ടീസ് നൽകുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ആവാം. അതോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ മോർണിംഗ് പ്രാക്ടീസ് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുകയാണ്. നേരത്തെ നിങ്ങളായിട്ട് അല്ലെങ്കിൽ നേരെ ജിമ്മിൽ പോക്കോ,
എക്സസൈസ് ചെയ്യാൻ പൊക്കോ, ഒരു കുഴപ്പവുമില്ല. അല്ല നിങ്ങൾ ഒരു 15 മിനിറ്റ് ഒന്ന് സൈലൻ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് ഇരുന്നോ, നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ നിങ്ങളോട് നിങ്ങൾ പറഞ്ഞോ, ഇത്രയും കാര്യങ്ങൾ ചെയ്താലും മതി. ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് മോർ സ്കില്ലായിട്ടുള്ള അല്ലെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ബുക്കുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വായിക്കാം. 5 പേജ് വായിച്ചാലും മതി, അല്ലെ ഒരു 20 പേജ് അറ്റ്ലീസ്റ്റ് വായിക്കുക എന്നാണ് പറയുന്നത്. എങ്ങനെയാണല്ലോ ഒരു 5 പേജെങ്കിലും നിങ്ങൾ വായിച്ച് തുടങ്ങുക. ഇന്നു മുതൽ ചെറിയ ചെറിയ ആക്ഷൻ എടുത്തിട്ട് നിങ്ങളെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് എനിക്ക് ഇന്നത്തെ ഡേ നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് രാവിലെ എഴുന്നേൽക്കാൻ പറ്റാത്തത് എന്നാൽ, എനിക്ക് രാവിലെ എഴുന്നേറ്റത് കൊണ്ട് എന്താണ്, ഞാൻ എഴുന്നേറ്റിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾ എഴുതി വെക്കുക. എഴുതി വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നിങ്ങളിൽ പ്രിൻ്റ് ആവും. നിങ്ങൾക്കത് ആക്ഷൻ എടുക്കാനുള്ള ഒരു ബോധ്യതലം നിങ്ങൾ ഉണരും. ആ ബോധ്യതലത്തിൽ ഉണർന്നുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരം പ്രാക്ടീസുകളും കാര്യങ്ങളും ചെയ്യാൻ, റുട്ടീനായിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ രാത്രി കിടക്കുമ്പോൾ തന്നെ അലാറം വെച്ച ഫോൺ എന്ത് ചെയ്യണം, കുറച്ച് ദൂരെയൊക്കെ വെച്ചിട്ട് കിടന്നുറങ്ങുക. ബെല്ലടിക്കുമ്പോൾ എഴുന്നേറ്റ് പോയിട്ട് എന്ത് ചെയ്യണം, എടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക. ഭയങ്കര സൗണ്ടുള്ള എഴുന്നേൽപ്പിക്കുന്ന തരത്തിലുള്ള ഒരു അലാം വെക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അക്കൗണ്ടബിൾ ആയിട്ട് ഒരാളെ വിളിക്കാൻ ഏൽപ്പിക്കാം. വീട്ടിൽ ഞാൻ കൂടുതലും വിളിക്കാൻ ഏൽപ്പിക്കലാണ്. അപ്പോൾ വിളിക്കാൻ ഏൽപ്പിക്കാം. പിന്നെ രാവിലെ നേരത്തെ എഴുന്നേറ്റ ഉടനെ തന്നെ നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. അപ്പം അങ്ങനെയൊക്കെ ഡീഹൈഡ്രേഷൻ നടക്കുന്നതിനൊക്കെ ഇത് ഉപകാരപ്പെടും. അപ്പോൾ രാത്രി നമ്മൾ അത്രയും സമയം ഉറങ്ങി എഴുന്നേറ്റ ഉടനെ തന്നെ ശരിക്കും ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഒരു ഉന്മേഷം തോന്നും, അല്ലേ? അപ്പോൾ ശരിക്കും രാവിലെ എഴുന്നേറ്റ ഉടനെ ഞാൻ പറഞ്ഞതുപോലെ ആദ്യത്തെ 1 മണിക്കൂർ നിർബന്ധമായിട്ട് 30 മിനിറ്റ് ഫോൺ തൊടാതിരിക്കുക. സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ പുതിയ ന്യൂസോ എന്തോ ആര് വിളിച്ചെന്നോ ഒന്നും നോക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോൺ അലാം ഓഫ് ചെയ്തിട്ട് നിങ്ങളുടേതായ വർക്കിലേക്ക് നിങ്ങൾ പോവുക. അപ്പോൾ നമ്മുടെ മൈൻഡിനെയും ശരീരത്തിനെയും കാമാക്കാനും നമ്മുടെ ശരീരത്തിനെ മോർ പ്രൊഡക്റ്റീവ് ആക്കാനും എന്ത് ചെയ്യും, എനർജറ്റിക് ആക്കാനും ഇതുപോലുള്ള ശീലങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്തുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അഫർമേഷൻ പറയാം. വലത് കൈ ഇടത് നെഞ്ചിലേക്ക് വെച്ചിട്ട് എൻ്റെ കൂടെ നിങ്ങളെല്ലാവരും പറഞ്ഞേ, എൻ്റെ ശരീരവും മനസ്സും പുതിയൊരു ഊർജത്തോടെ ഉണർന്നു കഴിഞ്ഞു. മടിയെ ഞാൻ പൂർണ്ണമായി ഉപേക്ഷിക്കുന്നു. പുലർച്ചെയുള്ള ആ ഉന്മേഷം എൻ്റെ വിജയത്തിൻ്റെ തുടക്കമാണ്. എൻ്റെ ശരീരവും മനസ്സും പുതിയൊരു ഊർജത്തോടെ ഉണർന്നു കഴിഞ്ഞു. മടിയെ ഞാൻ പൂർണ്ണമായി ഉപേക്ഷിക്കുന്നു. പുലർച്ചെയുള്ള ആ ഉന്മേഷം എൻ്റെ വിജയത്തിൻ്റെ തുടക്കമാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് തന്നെ അലാം സെറ്റ് ചെയ്യുക. നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചാർട്ട് ചെയ്യുക. അപ്പോൾ 5ാമത്തെ ഡേ ആണല്ലേ ഇന്നത്തെ ഡേ. അപ്പോൾ 100 ദിവസം എൻ്റെ കൂടെ ഈ ജേണിയിൽ വരാൻ ആഗ്രഹിക്കുന്നവർ കമ്മ്യൂണിറ്റിയിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. നിങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്ന 5 പേരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ജീവിതത്തിലും അവരുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ വരാൻ ഇത് കാരണമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ.